അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. എന്താ? എന്തു പറ്റി? ദേ, അച്ഛൻ ഇതിനാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അത് എന്താ ഉണ്ടായേ? എന്തുണ്ടായെന്നോ? കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ. അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ പറയണേ? എന്ത് കാണിച്ചെന്നോ? എന്റെ മോൾ ഇവിടെ പഠിക്കണ്ട. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് പോകും. എന്താ ഉണ്ടായത്? എന്തുണ്ടായെന്നോ? അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക്. എന്താ അച്ഛോ? ദേ, ഇത് തന്നെ. അയ്യോ, ഇതാണോ കാര്യം? അത് അച്ഛന് ഞരമ്പിന് അസുഖമായിട്ട് ചെറുപ്പത്തിലേ പറ്റിയൊരു തകരാറ്. അയ്യോ, ക്ഷമിക്കണം അച്ഛോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാ അച്ഛോ, സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? താണ്ടമ്മ ഇങ്ങോട്ട് വരൂ. ഞാനൊരു കാര്യം പറഞ്ഞാ വേറെ ആരോടെങ്കിലും പറയൂ? ഇല്ല അച്ഛോ. താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരുമോ? അയ്യോ വേണ്ട അച്ഛോ. അല്ല, ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഞാനൊന്നും കാണിക്കണ്ട. പറഞ്ഞോട്ടെ. ഞാൻ ഒന്നും പറയണ്ടോ? അല്ല പ്ലീസ്, നടക്കാൻ ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞില്ല. സാറിന്റെ വണ്ടി വണ്ടി വിട്ടെ. ഞാൻ ഇങ്ങോട്ട് വരക്കണം. ആ വണ്ടി എടുത്ത് വരികെ. വണ്ടി വിട്ടെ. തമ്പോളും സോറി. കലാദർശനയിലെ സാബു അല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. എങ്ങോട്ടാ? ലോഡ്ജിലേക്കാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കയറിക്കോളൂ. വേണ്ട, ഞാൻ കേരളോ. താങ്ക് യു. ഹലോ, ഞാനും ഒരു ആരാധകനാ. ഹലോ. പെമ്പിള്ളേരുടെ ശബ്ദത്തിൽ ഫോൺ ചെയ്യാൻ മിടുക്കനാണല്ലേ? ഇല്ല. നിനക്കൊക്കെ മലയാള നടന്മാരുടെ ശബ്ദാനുകരിക്കാനല്ലേ അറിയൂ. ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണെന്ന് അറിയാമോ? അമിതാഭ് ബച്ചൻ, അനിൽ കപൂർ, ജാക്കി ഷ്രോഫ്. എന്റെ ഫ്രണ്ട്സാ, ഞങ്ങളിങ്ങനെ തമാശക്ക്. സന്ധ്യേ, സന്ധ്യേ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. മിമിക്രിക്കാരനെ കൊണ്ട് ഏത്ത പിടിപ്പിച്ചു. ഇടി കൊണ്ട് റോഡിൽ കിടക്കുക. വണ്ടി കയറി ചത്തോന്ന് തന്നെ സംശയ. വേണം, അങ്ങനെ തന്നെ വേണം. ഓ, അവന്റെ ഒരു സന്ധ്യ മയങ്ങും നേരം. എടാ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഫോൺ ചെയ്യാനൊന്നും പോകണ്ടെന്ന്. ഫോൺ ചെയ്യേണ്ട റിയാക്ഷൻ ആണ് ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. വെറുതെ ഫോൺ ചെയ്ത് രണ്ട് വർത്തമാനം പറഞ്ഞാൽ തല്ലേന്നൊക്കെ വെച്ചാ. അവളുടെ ബ്രദേഴ്സ് ആണെന്ന് നിനക്ക് ഉറപ്പാണോ? പിന്നെ അവന്മാരുടെ അടിയും കൊണ്ടേച്ച ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നാളെ തന്നെ തിരിച്ചടിക്കണം. അവരെ കണ്ടാ നിനക്കറിയാമോ? എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. എടാ, നിനക്കൊക്കെ ഈ മലയാള നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ മാത്രമല്ലേ അറിയാവുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നല്ല ഹിന്ദി നടന്മാരുടെ ഇടി പഠിക്കണം. ഹിന്ദി നടന്മാരുടെ അടി പഠിക്കണമെങ്കിൽ ആദ്യം കരാട്ടെ പഠിക്കണ്ടേ? എന്തിനാളിയാ കളരി പോരെ? കരാട്ടയും കളരിയും ഒന്നും വേണ്ട. നല്ല നാടൻ അടിയുണ്ടല്ലോ, അതാണ് ബെസ്റ്റ്. സ്റ്റേജിൽ ഈ ഐറ്റം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിനെന്താ, എളുപ്പമല്ലേ? ഈ സാറന്മാരോട് ചോദിച്ചറിയാ ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണ്. നിനക്കൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയത് പോരാ അല്ലേ? അതെ, അന്ന് ഇവന് മാത്രമല്ലേ കിട്ടിയുള്ളൂ. ഇന്ന് നമ്മൾ എല്ലാവരും കൊള്ളാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. എന്നാ പിടിച്ചോ.
നല്ല മമ്മൂട്ടി അടിയറിയോടോ ഇതാ കണ്ടോ നിനക്ക് MGR സ്റ്റൈൽ അറിയാമോടാ? നാനാണകിട്ടാൽ അത് നടந்து விட்டால் இந்த படமாட்டான் உயிருள்ளவரை ஒரு துன்பமில்லை அவர் கண்ணீர் கடலிலே விழமாட்டார் அவர் கண்ணீர் கடலிலே விழமாட்டார் നാരായണകിട്ടാൽ അത് നടந்து വിട്ടാൽ നിനക്ക് ഈ മോഹൻലാലിന്റെ ഐഡിയ അറിയാവോ? നിനക്ക് മധുവിന്റെ ഐഡിയ അറിയാവൂടാ പട്ടി. പ്രേം നസീറിന്റെ ഐഡി കണ്ടിട്ടുണ്ടോ? നിനക്ക് കമൽഹാസന്റെ ഐഡി അറിയാവോ? ജാക്കി ചാന്റെ ഐഡി അറിയാമോ? നന്നായി, ഏതായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ചെറുപ്പത്തിൽ ഞാൻ കുറെ നാൾ ഡാൻസ് പഠിച്ചതാ, പിന്നെ മുടങ്ങി. കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ഫ്രണ്ട്സും കമ്പനിയൊക്കെ ആയപ്പോൾ പിന്നെ സമയം കിട്ടിയില്ല. ഞാൻ ഇവിടെ ചേർന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു. എന്റെ മമ്മിക്ക് ഡാൻസ് കുറച്ചൊക്കെ അറിയാം. മമ്മി എന്നെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചത്. ഇവിടുത്തെ മിമിക്സ് ട്രൂപ്പിലുള്ളവരൊക്കെ മഹാവഷളന്മാരാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒരു സാബു ഉണ്ടല്ലോ, ബോറൻ. ഞാൻ വന്ന ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങി വായി നോട്ടം. പിന്നെ ഒരു തരം ഷൈനിങ്ങും വളിച്ച ജോക്സും, ശബ്ദം മാറ്റി വീട്ടിലേക്ക് ഫോൺ ചെയ്യലും. ശല്യമായപ്പോ ഞാൻ എന്റെ ബ്രദേഴ്സിനോട് പറഞ്ഞു, അയ്യോ സാബു, ആ ഗ്രൂപ്പിലെ നല്ലവര് സാബു ഉണ്ണിയാ. സാബു LLB സ്റ്റുഡന്റാ. പിന്നൊരു ജിമ്മി ഉണ്ട്, പുള്ളി ആളൊരു വിളഞ്ഞ വിത്താ. സന്ധ്യ ബ്രദേഴ്സിനോട് പറയേണ്ടിയില്ലായിരുന്നു. സാബുവിന് സന്ധ്യയോടെന്താ ഇഷ്ടം തോന്നി കാണും. പിന്നെ ഇഷ്ടം, എനിക്കങ്ങ് ദേഷ്യം വന്നു. ലതയാണെങ്കിലും പറഞ്ഞു പോവും. അത്രയ്ക്ക് വൃത്തിയോടെയുള്ള ഫോണിലൂടെ പറഞ്ഞത്. ഞാനും വിട്ടില്ല, നല്ലത് കൊടുത്തിട്ടുണ്ട്. അതെ, എനിക്കിട്ട് 2 കിട്ടി. അതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവളിപ്പോ ചേട്ടന്മാർക്ക് ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ടാവും. ഓ, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്കറിയില്ലായിരുന്നു. മിക്കവാറും എല്ലാ പ്രേമത്തിന്റെ ആരംഭം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇതില് വില്ലന്മാരൊന്നും ഇല്ലായിരുന്നോണ്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എവറിത്തിങ് വാസ് സ്മൂത്ത് ഫോർ us, അല്ലേ? ആദ്യം അവർ നിന്നെ തല്ലി, നമ്മൾ അവരെ തിരിച്ചു തല്ലി. ഇപ്പൊ സംഭവം ഡ്രോ. പക്ഷെ ബോൾ ഇപ്പോഴും കോർട്ടിന് പുറത്താണ്. ബോളോ? ബോൾ മീൻസ് സന്ധ്യ. ഇനിയിപ്പൊ നിന്നെ കുറിച്ച് ഓർക്കാൻ സന്ധ്യക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ലതയുടെ അഭിപ്രായം കൂടെ കേട്ടപ്പോ സന്ധ്യക്ക് റീതിങ്ക് ചെയ്യാൻ ഒരു അവസരം കൂടി കിട്ടി. അളിയ, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു അല്പം ശരീരപീഡനം ഏൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എടോ ലതേ, ഇനി എല്ലാം തന്റെ ഇരിക്കുന്നത്. സാബു പറയാതെ തന്നെ ഞാൻ നല്ല ഇൻട്രഡക്ഷനാ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ ചെലവ് ചെയ്യണം. പറഞ്ഞു വരുമ്പോ ഇതൊരു ബ്രോക്കർ പണിയാ. എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞു. തനിക്ക് വേണ്ടത് കുറെ ഐസ്ക്രീം അല്ലേ?
എത്ര വേണമെങ്കിലും വാങ്ങിച്ചു തരാം. സന്ധ്യ, സന്ധ്യ പ്ലീസ്. ഞാൻ സന്ധ്യ ശല്യം ചെയ്യാൻ വന്നതല്ലേ. ഒരു വാക്ക്, അത് കേട്ടിട്ട് സന്ധ്യ പോയിക്കോളൂ. പെട്ടെന്നുണ്ടായ ഇമോഷണലി ഞാൻ ഫോണിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒരു പെൺകുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. തെറ്റാണ് ചെയ്തതെന്നറിയാം. പക്ഷേ സന്ധ്യ കണ്ടപ്പോ മറ്റൊരു പെൺകുട്ടിയോട് തോന്നാത്തൊരു കൗതുകം, അതിൽ നിന്നുണ്ടായ ഒരു താല്പര്യം, എല്ലാവരും ആവേശമായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നു. ഞാൻ ഇനി ഒരിക്കലും സന്ധ്യ ശല്യം ചെയ്യാൻ വരില്ല. കഴിഞ്ഞതൊക്കെ മറക്കണം. വരട്ടെ. വൈദ്യുവായി ചേട്ടന്മാരുടെ തല്ലുഭയെന്നാണ് ഈ പിന്മാറ്റമെന്ന് കരുതണ്ട. സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായി. ആൾക്കാർ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുക. താൻ എന്തോട് തലയിൽ തുള്ളിക്കൊണ്ടിരിക്കുന്നത്? താൻ വലിയ വർത്താനം പറയണ്ട. ക്ലിയർ ആയിട്ടെന്ന് വെച്ചാൽ അവിടെ നേരെ എടുത്ത് പോയി. മതി മതി മതി. ഇനി ഒരുത്തുണ്ടായിരുന്നില്ല, അവൻ അവിടെ പോയി. തന്നോട് വെള്ളം അടിച്ച് സ്റ്റേജിൽ കയറുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ആശാനെ സ്വല്പം അടിച്ചിട്ട് കയറിയാൽ പെർഫോമൻസ് നന്നാവും. താൻ ചങ്ങനാശ്ശേരി പ്രോഗ്രാമിൽ വെള്ളം അടിച്ച് സ്റ്റേജിൽ കയറിയിട്ട് തന്റെ പെർഫോമൻസിലൂടെ ഞാൻ കണ്ടതാ. താൻ നശിപ്പിച്ച് കുളമാക്കിയല്ലോ. അതെ, സ്റ്റേജിന്റെ മുമ്പേ കാണാൻ കൊള്ളാവുന്ന പെങ്കൊച്ചുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവ അവരെ നോക്കി വായും പൊളിച്ചിരിക്കും. മമ്മൂട്ടി അവനെ കൊണ്ട് വെള്ളം അടുപ്പിക്കരുത്. ഇയാള് വലിയ പുണ്യാണ്. അയ്യേ, ഇതെന്തൊരു വൃത്തികേടന. അങ്ങനെ കളഞ്ഞാൽ പറ്റില്ല, അകത്തോട്ട് കളയാം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമ നമ്മളെ മാത്രമല്ല ദേവലോകത്തെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞു. വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ ദേവേന്ദ്രൻ അപ്സരസുകളെ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായല്ലോ. ആദ്യം അയച്ചത് മാദകമോഹിനിയായ ഉർവശിയായിരുന്നു. കരിങ്കലാണ്. ദേവേന്ദ്രൻ രണ്ടാമതയച്ചത് വിശ്വസുന്ദരിയായ മേനകയാണ്. ഉർവശി വന്നിട്ടും മേനക വന്നിട്ടും വിശ്വാമിത്രന്റെ തപസ്സിളകിയില്ല. അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസ്സിളക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതയെയാണ് ദേവേന്ദ്രൻ വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ അയച്ചത്. അടുത്ത ഇനം മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക. വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവിറച്ചു പോയ ഗുരുവിനെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോ കാമുകി എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി.
ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റ ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു. ഇനിയും എന്തൊക്കെയുണ്ട് പാണന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ? അംഗമെടുക്കും ആയുധബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല. മടങ്ങിപ്പോ മക്കളെ. ഇനി നമുക്ക് പൂരപ്പറമ്പിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ട്രൂപ്പ് മാനേജർ ആരാ? കിടക്കുന്നു. ഹലോ ഹലോ, ആരാ? ട്രൂപ്പ് മാനേജർ അല്ലേ? അതെ, എന്താ സംശയം? സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഈ ബാഗിലോട്ട് നോക്കിയാൽ. ഫെബ്രുവരി ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യണം. ഫെബ്രുവരി ഭയങ്കര പ്രശ്നമാണ്. ഏതൊക്കെ ദിവസങ്ങളാണ്? ഫെബ്രുവരി അതായത് ജനുവരി 1, 2, 3, 4, 5 ഇല്ല. 6-ാം തീയതി ഇല്ല. പിന്നെ ആകെയുള്ളൊരു ദിവസം ഫെബ്രുവരി 29-ാം തീയതി കഴിഞ്ഞ്. ഫെബ്രുവരി 29 ഇയാൾക്ക് കള്ള ഒരു വെളിവില്ല. നമുക്ക് അച്ഛനെ കാണാം. ആ പോടോ, അച്ഛനെ കാണോ, ചെമ്മാച്ചനെ കാണോ, ഇവരില്ലെങ്കിൽ ചുമ്മാച്ചനെ കണ്ടോ, എനിക്കെന്താ പ്രശ്നം? ഓ, എന്താണ് വണ്ടി നിർത്തിയേ? ഒരാൾ വഴിയിൽ കിടക്കുന്നു. ശരിയാ, വാ ഇറങ്ങ്, നമുക്കൊന്ന് പോയി നോക്കാം. വാ വാ. ഞാനിതാ കാണുന്നു കറുത്ത അംബാസിഡർ കാർ KCF 4162 ഇപ്പോ തോപ്പുംപടിയിലെത്തിക്കാണും. പ്രവചനമായിരിക്കും. ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്ന ഒരാളുണ്ടല്ലോ. എന്താളുടെ പേര്? ആരെങ്കിലും ആവട്ടെ, അതേപോലുള്ള പ്രവാചകനായിരിക്കും. എടോ ജിമ്മി വാടോ. ഇവിടെ നിന്നാ മതിയോ? നിനക്ക് വേറെ പണിയില്ലൂടെ? വഴി കിടക്കുന്ന പിച്ചക്കാരനെയൊക്കെ പിടിച്ച. ഇത് പിച്ചക്കാരനൊന്നുമല്ല. എന്തൊക്കെ വിളിച്ചു പറയുന്നു? എടാ സാബു ചോദിക്ക്. എന്നിട്ട് വണ്ടിയിൽ 2 പേരുണ്ട്. അവർ മദ്യപിച്ചിരിക്കും. നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും സ്വാമി? അവർക്കൊന്നും സംഭവിക്കില്ല. അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത്. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. എന്നെ വേഗം ആശുപത്രിയിൽ ഒന്ന് എത്തിക്കണം. എന്താണത്? പാവം, ഒന്ന് പിടിക്കണം. നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടാ ഇത്ര ദുഷ്ട താങ്കിക്കോ, എല്ലാരും കൂടി താങ്കിക്കോ.